നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കളിയുടെ തുടക്കത്തിൽ തന്നെ ഗോള്, മികച്ച നീക്കങ്ങൾ, ഡ്രിബ്ലിങ്ങുകൾ, നെറ്റ്മഗുകൾ, മനോഹരമായ നീക്കങ്ങൾക്കൊടുവിൽ സഹതാരങ്ങൾക്ക് പാസ്, ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നു, ഒക്കെ ചെയ്തു നെയ്മർ ജൂനിയർ. പക്ഷേ സാന്റോസ് ജയിച്ചില്ല. നെയ്മറുടെ പ്രകടനം മികച്ചത് തന്നെയായിരുന്നു, ഒരു സംശയവും വേണ്ട. അതിനുള്ള സാക്ഷ്യപത്രമാണ് ബീൻ സ്പോർട്സിൻ്റെ കമൻറ്റേറ്റർ കളി നടക്കുമ്പോൾ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയോ? നെയ്മർ ഈ കളി കളിക്കുന്നത് ഒരു കോളേജ് സ്റ്റുഡൻറ്റ് LP സ്കൂൾ പിള്ളേരോടൊപ്പം കളിച്ചാൽ എങ്ങനെയുണ്ടാവും, അതുപോലെയാണ് കളിക്കുന്നത്. നെയ്മർ ഈസ് ലൈക്ക് എ കോളേജ് സ്റ്റുഡൻറ്റ് പ്ലേയിങ് വിത്ത് കിഡ്സ് ഇൻ എലിമെൻ്ററി സ്കൂൾ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത്രത്തോളം ആധികാരികതയോടെ ആധിപത്യത്തോടു കൂടി നെയ്മർ പന്ത് തട്ടി. പക്ഷെ ഉണ്ടാക്കിയെടുത്ത അവസരങ്ങൾ ഗോളാക്കാൻ പലർക്കും കഴിയാതെ പോയപ്പോൾ സാന്റോസ് ഇതാ കോപ്പ സുഡാമേരിക്കാനയുടെ ഗ്രൂപ്പ് ഡിയിലെ 2ാം റൗണ്ടിലെ മത്സരത്തിൽ പരാഗ്വൻ ക്ലബായ റിക്കൊലേറ്റയോട് 1-1 സമനിലയിൽ പിരിഞ്ഞിരിക്കുന്നു. സങ്കടകരമായിട്ടുള്ള റിസൾട്ടാന്ന് വേണമെങ്കിൽ പറയാം. കാരണം കളിയിൽ അത്രയും ആധിപത്യം സാന്റോസ് പുലർത്തി. 10 ഷോട്ടുകൾ സാന്റോസ് ഉതിർത്തു. മറുഭാഗത്ത് ഒറ്റ ഷോട്ട് വന്നുള്ളത് പെനാൽറ്റിയാണ്. അത് അവർ ഗോളാക്കി മാറ്റിക്കൊണ്ട് കളി സമനിലയും കൊണ്ട് ഒരു പോയിന്റുമായിട്ട് അവരങ്ങ് പോയി. ഇവിടെ അധ്വാനിച്ച് കളിച്ച നെയ്മർ ജൂനിയർ മത്സരം വിജയിക്കാത്ത നിരാശയിലും. കളിയുടെ 4ാമത്തെ മിനിറ്റിലാണ് നെയ്മർ ജൂനിയറുടെ ഗോൾ പിറക്കുന്നത്. അത് മികച്ചൊരു നീക്കമായിരുന്നു. നെയ്മറും ഗാബിഗോളും ചേർന്ന് നടത്തിയ നീക്കമാണ്. നെയ്മറാണ് ആ നീക്കത്തിന് തുടക്കമിടുന്നത്. അദ്ദേഹം അത് ഇടതുവശത്തേക്ക് കൊടുക്കുന്നു. അതിലൂടെ ബോളുമായിട്ട് പോകുന്ന ഗാബിഗോൾ ഒടുവിൽ കൃത്യമായൊരു ക്രോസ് പെനാൽറ്റി ബോക്സിലേക്ക് ആ മധ്യത്തിലേക്ക് അങ്ങ് കൊടുക്കുന്നു. നെയ്മർക്ക് അത് ഈസി ആയിട്ട് കൂളായിട്ട് ഫിനിഷ് ചെയ്യാനേ ഉണ്ടായിരുന്നുള്ളൂ. 4ാമത്തെ മിനിറ്റിൽ തന്നെ സാന്റോസ് ലീഡ്. സാന്റോസിൻ്റെ ആധിപത്യം തന്നെയാണ് പിന്നീട് നമ്മൾ കളിയിൽ കണ്ടത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി കളിയുടെ ആദ്യ പകുതി അവസാനിക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ആ ഗോള് റിക്കൊലേറ്റ മടക്കി. അത് പെനാൽറ്റിയിലൂടെ ഓർട്ടീസാണ് ആ ഗോള് മടക്കിയത്. 2ാം പകുതിയിൽ പിന്നീട് നീക്കങ്ങൾ നടത്തി അവസരങ്ങൾ ഉണ്ടാക്കിയെടുത്തു. എന്തൊക്കെ പറഞ്ഞിട്ട് എന്താണ്, സാന്റോസിന് പിന്നീട് പന്ത് വലയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല. ഏതായാലും നെയ്മർ ജൂനിയറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഫോമിലാണ് എന്ന് വീണ്ടും തെളിയിക്കുകയാണ്. 90 മിനിറ്റ് ഒരിക്കൽ കൂടി അദ്ദേഹം കളിക്കുന്നു. ടീം വിജയിച്ചില്ല എന്നുള്ളത് മാത്രമാണ് നിരാശ. ഇപ്പോൾ കോപ്പ സുഡാമേരിക്കാനയുടെ ഗ്രൂപ്പ് ഡിയുടെ പോയിന്റ് പട്ടിക എടുത്ത 2 കളികളിൽ നിന്ന് 1 പോയിന്റുമായിട്ട് ഏറ്റവും താഴെയാണ് സാന്റോസ് നിൽക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.